മക്കളെ, ഇന്ന് രാവിലെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു തലകറക്കം പോലെ ഉണ്ടായിനി. ഇപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, മക്കൾക്ക് മൂന്നാൾക്ക് സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീച്ച പാടന്നെ വേറെ റേക്കൊക്കെ നനച്ച് തുടച്ച് വൃത്തിയാക്കണം. രാത്രി കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് പോണതാണെങ്കിലും എന്നും ചെയ്യണ മാതിരി തന്നെ അടുക്കളയൊക്കെ ഒന്ന് അടുക്കളുടെ റേക്കിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് നനച്ച് തുടച്ച് വൃത്തിയാക്കി. എന്നാൽ പിന്നെ നമുക്ക് എന്ത് പണി എടുക്കുകയാണെങ്കിലും ഇനി പ്ലേറ്റോ ഒരു സ്പൂണോ ഒക്കെ വെക്കുകയാണെങ്കിലും വലിയ ബേജാറില്ല. കാരണം എല്ലാം പല്ലി എന്തെങ്കിലുമൊക്കെ അരിച്ച് വരികയാണെങ്കിലോ എന്നുള്ളതൊരു തോന്നാനാണ്. പല്ലിനെ കാണണമെന്നില്ല, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പല്ലി രാവിലെ എണീറ്റ് വന്നപാട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തുടക്കുന്നത് മക്കളെ. എണീറ്റ് നമ്മൾ എത്ര രാത്രി തുടച്ച് വൃത്തിയാക്കിയാലും രാവിലെ എണീറ്റ് വന്ന പാട് റേക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നത് നല്ല മക്കൾ. നമ്മൾ എന്തെങ്കിലും ഒരു കറിവേപ്പിൻ്റെ ഇല ഉള്ളിയോ എന്തെങ്കിലും താഴെ വീണ് പോയിക്കണേ നമുക്കത് എടുത്തിട്ട് അതേപോലെ പിന്നെയും കഴുകാനോ നിൽക്കണ്ട. അപ്പോൾ ഞാൻ 4-5 കോഴിമുട്ട എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചീനച്ചട്ടിയിലേക്ക് വെച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് വെട്ടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കോഴിമുട്ട മക്കൾക്ക് നല്ലതാണ്, സ്കിന്നിനൊക്കെ നല്ലതാണ് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് കൊടുത്താൽ മതി, 2-3 ഒന്നും കൊടുക്കേണ്ട, ഓരോന്ന് കൊടുക്കുക. ദിയമോക്കായാലും എല്ലാവർക്കും ഞാൻ ഓരോ കോഴിമുട്ട കൊടുക്കും. അങ്ങനെ ഒരു 6 കോഴിമുട്ട പൊങ്ങിക്കണം, എല്ലാവർക്കും ഓരോന്ന് തിന്നാലോ വിചാരിച്ചിട്ട്. എൻ്റെ അവിടെ രാവിലെ തൊട്ട് രാത്രി ആവുകൊണ്ട് അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ. എനിക്ക് തിന്നാൻ നേരം കിട്ടില്ല പൊന്നാര മക്കൾ. അധിക സമയത്തും രാത്രി 9 മണിക്കൊക്കെയാണ് ഞാൻ എടുത്ത് നോക്കുക. മറന്നുപോയി എന്ന് പറഞ്ഞ് കളിക്കാം. അങ്ങനെ മക്കൾക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ അതാ ദോശക്ക് പൊടി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ഞാൻ എടുത്ത് പുറത്തേക്കൊന്ന് തണുപ്പ് മാറാൻ വെക്കണം എന്ന് വിചാരിച്ച്. പിന്നെയെന്ന് പറയുക മക്കൾ അറയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. പാത്രങ്ങൾ ഇഷ്ടംപോലെ അടുക്കള നിറയുണ്ട് മക്കളെ. ഒരു ഭാഗത്ത് എടുത്ത് വെക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എനിക്ക് എന്താ ആവശ്യത്തിന് 1-2 ഒക്കെ എടുക്കുമ്പോൾ പിന്നെ നേരം വൈകി പോണതാണ് മക്കൾ. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ ജനവാലൊക്കെ തുടക്കുകയാണ്. അങ്ങനെ ഈ റോസ് സാധനം എപ്പോഴും ഇവിടെ വെക്കണം എന്താണെന്ന് അറിയാം. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ സാധനങ്ങൾ 2 അടുക്കളയിൽ എപ്പോഴും വെക്കുന്നത്. അന്നേരം പിന്നെ അകത്തേക്ക് പോയി എടുക്കാൻ നമ്മളെ കൈമേൽ എപ്പോഴും ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ള കൈയൊക്കെ അയക്കും. അപ്പോൾ പിന്നെ അത് അളമാറ തുറക്കാനും അളമാറിൻ്റെ ലോക്ക് പിടിക്കുമ്പോഴൊക്കെ അതൊക്കെ മണക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് 2 ഇവിടെ തന്നെ വെച്ചേക്കണം, എപ്പോഴും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അന്താൻ്റി ഹനാൻ്റിയൊക്കെ പാത്രങ്ങളാണ് കേട്ടോ, ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോകാനുള്ളതൊക്കെ രാവിലെ തന്നെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദിയമോക്ക് സ്കൂളിൽ ചോറുണ്ട്. അപ്പോൾ ദിയമോക്ക് സ്കൂളിൽ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് 20 ഉറുപ്യ കൊടുക്കണം. 9ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ 20 ഉറുപ്യ എടുത്താൽ ചോറായി. അതുകൊണ്ട് എൻ്റെ ദിയമോക്ക് ചോറ് ഒന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അതാ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ഉള്ളി, ഒരു തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടിയെടുക്കുകയാണ് മക്കളെ. അങ്ങനെ ഓരോരോ പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പല പണികളും ഉണ്ടാവട്ടെ, ഒരു പണി മാത്രമല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അരി എടുത്ത് കഴുകണം, വെള്ളത്തിൽ അരി നല്ലോണം കഴുകി ചോറിടാൻ വേണ്ടിയിട്ട് അതൊന്ന് കഴുകുന്നുണ്ട്. അങ്ങനെയുള്ള പണി ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യും. ഞാനൊരാളെല്ലാ പണിയും അങ്ങോട്ട് ചെയ്ത് റെഡിയാക്കിയാലുള്ളൂ മക്കളെ 3 ആളെ വിളിക്കണം. ഓർക്ക് ഇസ്തിരി ഇടാനുള്ളതൊക്കെ ഇസ്തിരി ഇട്ട് വെച്ചെന്ന് എന്താണെന്നറിയില്ല. എണീറ്റ പാടിൻ്റെ ഞാൻ ഇസ്തിരി ഇട്ട് വെച്ചതിൻ്റെ ശേഷമാണ് അടുക്കളയിലേക്ക് ഇറങ്ങിയത്. കാരണം എല്ലാം കൂടി എനിക്ക് കഴിയൂല. അപ്പം ഇസ്തിരി ഇടലാണ് കഴിഞ്ഞാൽ അല്ലേ പിന്നെ നമ്മളെ കൈമല ഉള്ളിൻ്റെ ഒക്കെ മണം ഉണ്ടാകുമ്പോൾ ഇസ്തിരി ഇടാൻ വേണ്ടി പോയാൽ നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കിയെന്ന് പറയാം, ആ പണി അവിടെ തീർത്ത് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി റെഡിയാക്കുകയാണ് കേട്ടോ. തക്കാളി ചമ്മന്തി എപ്പോഴും ഇന്നലെ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി, ഇന്നലെ അടിച്ച ദോശപ്പൊടി ബാക്കിയുള്ളതാണ്. ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി, പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. ഇന്ന് ആ ദോശപ്പൊടി ബാക്കി ഉണ്ടായി, ആ ബാക്കിയുള്ള എടുത്ത് ഞാൻ എടുത്ത്. എന്നോട് ആ പണി എളുപ്പമാണ് കഴിഞ്ഞ്. അല്ലെങ്കിൽ അത് അരിക്കാനും കുഴയ്ക്കാനും പിടിക്കും. കുഴയ്ക്കുക, പരുത്ത, തേങ്ങ ചിരണ്ടുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച പണി. എനിക്കതൊന്നും തീരെ താല്പര്യമില്ല. പൈസ കിട്ടിയിട്ട് വേണം മക്കളെ പണിക്ക് ഒരാളെ വെക്കണമെന്നെന്നും പറയും. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറയണം, എനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കണതിന് പരിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കൊരു പൈസ മാസം തരേണ്ടത്. ഞാൻ മാസം തന്നെ ദിവസം തന്നാൽ മാസത്തേക്ക് കൂട്ടി വെച്ചാൽ നിങ്ങൾ തരലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണെന്ന്. അപ്പോൾ എന്നോട് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും പറയണത്. എത്ര കാലമായി മക്കളെ പണിയെടുക്കണം. നമ്മൾ അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് കൊടുക്കും എന്ന് പറയാമെന്നല്ലാതെ ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലേ, കിട്ടിയേക്കൂലേ. അപ്പോൾ എന്നോട് മൂപ്പര് പറയണം, അങ്ങനെ പറഞ്ഞപ്പം ഈ എൻ്റെ മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ അല്ലേ വെച്ചുണ്ടാക്കി കൊടുക്കണേ, ഈ വേറൊരു പോലെ വെച്ചുണ്ടാക്കി കൊടുക്കല്ലോ. അപ്പോൾ നീയാണ്ട് അതിൽ സപ്പോർട്ട് ചെയ്ത ആൾ എന്നൊക്കെ എൻ്റെ കളിയാക്കുക മക്കളെ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ആണുങ്ങൾ നേരം കൊടുത്താൽ പണിക്ക് ഓൽക്ക് വൈകുന്നേരം പൈസ ഉണ്ട്. നമുക്ക് രാവിലെ തൊട്ട് രാത്രി ആവുമ്പോൾ പണിയെടുത്താലും നമുക്ക് പൈസ ഇല്ല, കുറ്റം ബാക്കിയാണ് ഉണ്ടാവുക. അല്ലെ അങ്ങനെ തന്നെ എല്ലാവർക്കും കുറ്റം തന്നെയല്ലേ ബാക്കി ഉണ്ടാവുക. അപ്പോൾ തക്കാളി ചമ്മന്തി നല്ലോണം ഒന്ന് വാടി വരണം, അതിൻ്റെ വെളിച്ചെണ്ണ തെളിയണ വരെ ആക്കണം. അപ്പോൾ ഇന്നലെ രാത്രി മൂപ്പര് കൊണ്ടുവന്നതാ ചെമ്മീൻ. അപ്പോൾ ഈ ചെമ്മീനും കുറച്ച് എടുത്തിട്ട് അതിലേക്ക് മുരിങ്ങക്കായും ഉള്ളിയും തക്കാളിയും കരിവേപ്പിൻ്റെയും പച്ചമുളകൊക്കെ മുറിച്ച് അടുപ്പത്ത് വെച്ചിക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പം അതൊന്ന് നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങക്കായും കൂടി ഇടാണ്ടില്ല. മുരിങ്ങക്കായ ഉണ്ടല്ല, നല്ല പച്ച കളർ മുരിങ്ങക്കായാണ്, ലുലുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ചെമ്മീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചെമ്മീൻ ഇടും. ഒന്നായിട്ട് ചെമ്മീൻ ഇട്ടിട്ട് ഇതിലേക്കിട്ട് കറി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അരി അടുപ്പത്ത് വെച്ചിരിക്കണ്. പിന്നെ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും പണികളും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മളിത് ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞില്ല. മുരിങ്ങക്കായി അങ്ങനെ വെന്ത് വരുന്നുണ്ട് മക്കളെ. അപ്പോൾ ചെമ്മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ചേ ഇടണുള്ളൂ. വലിയ ചെമ്മീനാട്ടോ, കുറച്ച് ചെമ്മീൻ ഇടണുള്ളൂ. ചൊയും പുളി ഉണ്ടായാൽ മാത്രം മതി. കാരണം ചെമ്മീൻ തിന്നാനല്ല, മുരിങ്ങക്കായും ചെമ്മീനും ചാറ് വെച്ചാൽ ചാറ് കൂട്ടി ചോറ് തിന്നാൽ
പിന്നെ ബാക്കി ചെമ്മീൻ നമ്മൾ പൊരിക്കാനുള്ള കായം കൂട്ടി വെക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ചാറും കൂട്ടി തിന്നാൽ മതിയല്ലോ ചോറ്. പിന്നെ പപ്പടും പൊരിക്കണം. പിന്നെ വേണമെങ്കിൽ ഇനി കോഴിമുട്ട പൊരിച്ചെടുക്കും. ഇന്ന് കോഴിമുട്ട പൊരിക്കില്ല, കാരണം എന്താ പറയുക, ചെമ്മീനുള്ളതിനെ കൊണ്ട് ഓരോരോ ചെമ്മീൻ പൊരിച്ച് ചെയ്യണമെന്നൊക്കെ ചോറിന് കൊടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് തക്കാളി ചമ്മന്തിയാണ് മക്കളെ. തക്കാളി നല്ലോണം വെന്ത് വെളിച്ചെണ്ണ തെളിഞ്ഞതിന് ശേഷം പിരിമുളകൊക്കെ ഇട്ട് തെളിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മളെ മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ച് കടുകും വറവിട്ടിട്ട് വെച്ചതാണ് മക്കളെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം തേങ്ങാമുറി ചരണ്ടിയത് ബാക്കി അയക്കിന് ഞാൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ച ശേഷം പാലെടുത്തിങ്ങനെ കാച്ചിക്കിന് എൻ്റെ മോക്ക് ഇത് ബൂസ്റ്റോ എന്താണ് ഓളെന്തോ ഒരു പൊടി ഉണ്ട് കളിക്കാൻ, എന്താണ് വിമൻ ഹോർലിക്സോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ്. അപ്പോൾ അതൊന്ന് കലക്കി കൊടുക്കണം. എനിക്ക് പേരൊന്നും അറിയില്ല കുട്ടികളെ. അതൊന്ന് നോക്ക് കലക്കി കൊടുക്കണം. അങ്ങനെ ആക്കി വെച്ചാൽ മുറിച്ചതിന് തറച്ചതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് നന്നായി കൊണ്ടുപോയി ഒന്ന് തട്ടണം. ഒക്കെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ആകുമ്പോൾ ഇവിടെ തെങ്ങിനൊക്കെ വെട്ടാൻ നല്ല വളമാണ്. അപ്പം ഞമ്മക്കിപ്പോൾ തെങ്ങിനിടാനോ അങ്ങനാനോ നേരമില്ല എനിക്ക്. അപ്പോൾ അതൊക്കെ ഒരു ബക്കറ്റിലാക്കിയാണ് വെച്ച് ആക്കം പോലെ തെങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടുക എന്തൊക്കെ ചെയ്യണം. എന്നാലേ ഉള്ളൂ മക്കളെ തെങ്ങിന് കണ്ട് തേങ്ങയൊക്കെ കിട്ടുള്ളൂ. തേങ്ങ മാത്രം പറിച്ചതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്താ പച്ച കർമ്മൂസ ഉണ്ട്, ഇതൊന്ന് ഉപ്പേരി വെക്കണം, അതിനൊന്ന് മുറിക്കണം, ദോശ ഇതാക്കണം. പൊടിക്ക് തണുപ്പ് മാറിക്കഴിഞ്ഞ് അത് ദോശ ചൂടുന്ന തിരക്കിലാണ്. വെളിച്ചെണ്ണാണ്, ഇന്ന് നെയ്യൊന്നും എടുത്തിട്ടില്ല മക്കളെ. നെയ്യൊക്കെ എടുക്കാനെന്ന് കട്ട പിടിച്ച നെയ്യാണ്, അതൊക്കെ ഒന്ന് തളിക്കണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം എന്താക്കുന്നത് എസം വെളിച്ചെണ്ണ ഉറ്റിച്ചിട്ട് വേമ്പേയും ദോശ ചൂടണോ എന്നൊക്കെ പറയണം മക്കളെ. ഒഴിവെന്ന് പറഞ്ഞത് എൻ്റെ പൊന്നാര കുട്ടികളെ എനിക്കില്ല, എന്നാലും വേണ്ടിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ പണി രാവിലെ അങ്ങോട്ട് കണ്ണ് തുറക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ എന്തൊക്കെ പണിയാണ് റബ്ബേ എന്നെടുക്കാനുള്ളത്, എനിക്കാവൂലേ, എന്തൊക്കെ പണി എടുത്താവണം, എൻ്റെ കൈകൊണ്ട് അള്ളാഹു എനിക്ക് ആവതിനെ തരണേ റഹ്മാനായ തമ്പുരാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ കിടക്കപ്പായി എണീക്കാൻ പൊന്നാര കുട്ടികളെ. അങ്ങനെ എണീച്ച് കുറച്ചും കൂടി കഴിഞ്ഞൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയിലേക്ക് അങ്ങോട്ട് നീങ്ങും. പേടിയാവാണ് മക്കളെ. ഈ കുട്ടികളൊന്ന് പീച്ചാൻ വിടുന്നവരെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടങ്ങേറും മക്കൾക്ക് വരില്ലേ. കാരണം മക്കൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ മക്കൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല, മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പം നേരം കൂടെ വെളുക്കുമ്പോൾ എനിക്ക് പള്ളൻ്റെ ഉള്ളിൽ നിന്നൊരു കളർ കിടക്കാൻ നേരത്തെ ഞാൻ ദുആ ചെയ്തിട്ടാണ് കിടക്കുക. പഠിച്ച റബ്ബേ എനിക്കൊരു ബുദ്ധിമുട്ടും വരുത്തല്ല. ഈ പൈത മക്കളൊന്ന് പീച്ചാൻ വിട്ടു ഓരോന്ന് സ്കൂളിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞ് ഒരിക്കൽ ഒരു ഉഷാറായി ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായി കഴിഞ്ഞ് ഓരോരോ വാപ്പൻ്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഓൻ്റെ അമ്മ അങ്ങനെ സൂഹിക്കേണ്ട. കാരണം ഓൻ്റെ അമ്മക്ക് ഏറ്റവും വെറുപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഈ മക്കൾ അങ്ങോട്ട് എത്തുന്നതാണ്. ഈ മക്കൾ എത്തിയിട്ട് ഓൻ്റെ മക്കളല്ലേ ഓൻ്റെ പുരേ കിടന്ന് വളരട്ടെ. എൻ്റെ മൂക്കും കൂടിയുള്ള അവകാശപ്പെട്ട വീടാണത്. അവിടെ കിടന്ന് വളരട്ടെ. തള്ളക്ക് ഒറ്റയ്ക്ക് സൂഹിക്കാനുള്ളതല്ല ആ വീട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കും. മക്കളെ ഇവിടെ ഞാൻ നിർത്തൂല. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തന്നാലങ്ങനെ ചെന്നിക്കൂത്ത് കയറില്ല. അപ്പം മക്കളാണെങ്കിലോ പോവില്ല നമ്മൾ അങ്ങനത്തെ വർത്താനം തള്ള പറഞ്ഞാൽ പിന്നെ മക്കൾ പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു തീരുമാനമാണ്, ഞാൻ എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, എങ്ങനെ ആയാലും വേണ്ടിയില്ല, ഞാൻ അവിടെ എവിടെയെങ്കിലും വാടകയ്ക്ക് വീടെങ്കിലും എടുത്തിട്ട് എൻ്റെ മക്കളെ ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയക്കണോടത്ത് സ്കൂളിൽ കൊണ്ടാക്കി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക. എന്തെങ്കിലും ചെയ്താലും എൻ്റെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ പോണത് ഉച്ചക്കത്തേക്കും എൻ്റെ മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ രാത്രി പിന്നെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ രാവിലെ എണീച്ച പാടുള്ള മക്കളെ ഭക്ഷണവും ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയി നിൽക്കാനുള്ള പരിപാടി. കർമൂസൊക്കെ ഉപ്പേരി വെച്ചിട്ട് മക്കളെ നല്ല ടേസ്റ്റാണ്. കർമൂസ കുക്കറിൽ ഒറ്റ വിസലടിച്ചിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് വറ്റൽമുളകും കരുവേപ്പിൻ്റെയും കടുകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറവിട്ട് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിനൊക്കെ കൂട്ടാൻ. അപ്പോൾ ഇന്ന് മുരിങ്ങക്കായും ചെമ്മീനും കറി വെച്ചതും കർമൂസ ഉപ്പേരിയൊക്കെ ആണ് ഇട്ടുള്ളത്. പപ്പടം പൊരിക്കാനുണ്ട്. അപ്പോൾ ദോശൻ്റെ പണി കഴിഞ്ഞ് ഇന്നലത്തെ ഒരു ഇഡ്ഡലി ബാക്കിയുണ്ടായിനി മക്കളത്. അത് അവിടെ നല്ല പദമുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൽ തന്നെ വെച്ചതാണ്. അപ്പം നല്ല പദവും കിട്ടി. അപ്പോൾ അതും എനിക്ക് തിന്നണം. അങ്ങനെയൊക്കെയാണ് മക്കൾ. അതൊക്കെ തിന്നണം എന്ന് വിചാരിക്കാന്നല്ല, തിന്നാൻ കഴിയൂല മക്കൾ. അതിനുള്ള നേരം കിട്ടില്ല. കോഴിമുട്ട അതാ പോയി ഇങ്ങനെ ഓരോരുത്തർക്ക് ഇതേമാതിരി ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ലേശം കട്ടൻ ചായ എടുത്തൊന്ന് കുടിക്കട്ടെ, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ വിചാരിച്ച് ഒരു അര ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് ഞാനിവിടെ ഇരിക്കാനുള്ള പരിപാടിയൊക്കെയാണ് മക്കളെ. പക്ഷേ അപ്പോഴും ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോഴത്തേക്ക് മക്കൾക്കുള്ള കാര്യങ്ങൾ അപ്പോൾ മക്കളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം. മക്കൾ പോയി കഴിഞ്ഞാൽ പകുതിയിലേറെ സമാധാനമാണ് മക്കളിൻ്റെ. പൈത മക്കൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അങ്ങനെയൊക്കെയാണ് പൊന്നാര കുട്ടികളെ എൻ്റെ കഥകൾ. പിന്നെന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ല. എല്ലാവരും പണിയുടെ തിരക്കിലുണ്ടാക്കില്ല. എൻ്റെ മാതിരി ആരും ഉണ്ടാവില്ല മക്കളെ. ദുനിയാവിൽ ഒരാളുണ്ടാവരുത്. ഇപ്പോൾ കുക്കർ കുറച്ച് നിറം കുറവാണെന്ന് ഞാൻ എൻ്റെ വായ കൊണ്ടൊന്ന് പറഞ്ഞ് കേട്ടപ്പോൾ കുട്ടികളെ വലിയ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടാൽ ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞ്. കുക്കറിന് എനിക്ക് പാത്രങ്ങൾ നിറം ഉണ്ടാവണം. ചീനച്ചട്ടി എൻ്റെ നല്ലോണം ഉരച്ച് കഴുകി തരൽ. 30 അലുമിനിയത്തിന് ചീനച്ചട്ടി, ബാക്കിയൊക്കെ ഞാൻ കഴുകും.
അപ്പോൾ കുക്കർ നിറം കുറവുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ വേഗം കുക്കറൊക്കെ ഒന്ന് നല്ലോണം സോപ്പിട്ട് കഴുകി തന്നെ. അപ്പോൾ അതൊക്കെയാണ് മക്കൾ, അതൊരു സമാധാനമാണ്. നമ്മളെ ഈ ഒരു ജീവിതം പഠിച്ചറമ്പേ നല്ല രീതിക്ക് അങ്ങനെ മുന്നോട്ട് മരണം വരെ എത്തിച്ചേരണേ. മൂപ്പർക്ക് വയ്യാതായാലും ഞാനും, എനിക്ക് വയ്യാതായാലും മൂപ്പരും മാത്രമെന്നല്ലാതെ അന്നേരം ഒരു മക്കളും കുട്ടികളൊന്നും ഉണ്ടാവില്ല മക്കളെ. ഓർക്ക് ഓൽതായിട്ടുള്ള തിരക്കായിരിക്കും, വിളിച്ചാൽ വരാൻ നേരം ഉണ്ടാവില്ല, പറയാൻ നേരം ഉണ്ടാവില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മയും ബാപ്പയും കഷ്ടപ്പെട്ട് പോറ്റും. ഏതുപോലെയല്ലേ, ഏത് മക്കളായാലും ഇന്ന മക്കൾ എന്നല്ല പറയാം. അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ബാപ്പയും ഉമ്മയും മക്കളെ നോക്കാം. അതേമാതിരി ഒരു വാപ്പനെയും ഉമ്മനെയും മക്കൾക്കൊന്നും നോക്കാൻ കഴിയില്ല. അന്നേരം 100 കുറ്റങ്ങളും കുറവുകളുണ്ട്. അവിടെ ഇരിക്കല്ലേ, ഇവിടെ ഇരിക്കല്ലേ, അവിടേക്ക് നോക്കല്ലേ, ഇവിടേക്ക് തുപ്പല്ലേ എന്നൊക്കെ പറയാൻ ഒരുപാട് ഉണ്ടാവും മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. വിഷമവും ബേജാറാണ് മക്കളെ. സുഖമില്ലാതെ ഒരു കിടക്കപ്പായിൽ ഒരു നേരം പോലും കിടക്കാതെ നല്ല മട്ടത്തിൽ അങ്ങോട്ട് ഒറ്റ ദിവസം കിടന്നിട്ടുണ്ട് പോകണം എന്നാണ് ആഗ്രഹം. ഞാൻ മൂപ്പരും എന്നെ പറയും, പഠിച്ചോനെ ഞാനും മരിക്കണം അങ്ങനെ തന്നെ. ഞാൻ പറയും, ഞാൻ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ മരിക്കണം, എന്നിട്ട് ഞാൻ മരിക്കണമെന്നല്ലേ. കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനാദിയായി പോകും, എനിക്കൊരു ബേജാറുണ്ട്. അപ്പം മൂപ്പര് പറഞ്ഞു, അതൊന്നുമില്ല, ഞാനും മരിക്കേണ്ട, എനിക്കും മരിക്കണം, നമുക്ക് ഒരുമിച്ച് ഒന്നിച്ചാട് മരിക്കുക, അതായിരിക്കും ചിലപ്പോൾ അള്ളാഹു സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കണം മക്കളെ. ചെമ്മീനൊക്കെ കായം തേച്ചിവിടെ വെച്ചിരിക്കണം മക്കളെ. അങ്ങനെ മക്കളെ രാവിലത്തെ ചായപ്പണിയും കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ചോറും ആയി കഴിഞ്ഞ് പിന്നെ തിരുമ്പാനുള്ള കുറച്ച് മെഷീനിൽ ഇട്ടിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അടക്കളുടെ പണി ഫുള്ളും കഴിഞ്ഞ്. ഇനി ഇതെൻ്റെ മോക്ക് ഞാൻ ദോശയും കൊടുത്തിക്കണ്, ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് അതും കൊടുത്തിക്കണ്. ഓളെടുത്ത് ഞാനിവിടെ ഇരിക്കുകയാണ് മക്കളെ. എൻ്റെ മോള് ചായ കുടിക്കണം, ഒരു ദോശയും ലേശം കറി എടുത്തിട്ട് ഞാനും തിന്നണം. അപ്പോൾ 1/2 ഗ്ലാസ് കട്ടൻ ചായ 1/2 ഗ്ലാസ് അല്ല 1/2 കപ്പ് കട്ടൻ ചായ എടുത്ത് ഞാനിവിടെ ഇരിക്കുകയാണ്. എന്തോ ഒരു ക്ഷീണം മക്കളെ. എനിക്കിപ്പോൾ സത്യം പറയാലോ ഒന്ന് പോയി കിടക്കാനാണ് തോന്നുന്നത്, അത് പറ്റൂല. തിരുമ്പാനുള്ള മെഷീനിലേക്ക് ഇട്ടിക്കണ ഇനി അടിച്ച് വാരലും തുടയ്ക്കലും ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. എൻ്റെ മോളും ഞാനും കൂടി കുറേ കഥകൾ നോക്ക് ബാക്കി പറയാനുണ്ട്. എന്നോട് ഇന്നലെ രാത്രിയെ പറയുന്നുണ്ട് കഥ ബാക്കി പറയാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, ഇനി കഥ കേൾക്കണ്ട, കഥ കേൾക്കുമ്പോൾ എനിക്ക് പിരാന്തളകും, അതിനോട് കഥയും പറയണ്ട ഒന്നും പറയണ്ട മോളെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറക്കല്ലേ മക്കളെ, മറന്നു പോവല്ലേ, മറക്കാതെ നമ്മുടെ ചാനലു കാണണം. മറന്നിടല്ലേ മക്കളെ, മറന്നു പോവല്ലേ, മറക്കാതെ നമ്മുടെ ചാനലു കാണണം. ഒരു കഷ്ണം ദോശയാണ് മക്കളെ, ഒരു ദോശ ഫുള്ളില്ല മക്കളെ, പകുതി ദോശയും ഒരു ലേശം തക്കാളി ചട്നിയും ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് അത് നടു മുറിച്ചിട്ട് അതിലേക്ക് കുരുമുളകും ഉപ്പും ആക്കി കൊടുത്തിക്കണം. അതൊന്ന് തിന്നട്ടെ വെച്ചിട്ട് അത് വെച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഒന്ന് വേഗം അങ്ങോട്ട് തിന്ന. അവർ വലുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, കാലാകാലം ഇപ്പോൾ ഞാൻ ഉണ്ടാവുക, എന്നെ കൊണ്ടുപോകില്ലേ 3 ഘണ്ടം, വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബ് ചെയ്യാം മറക്കല്ലേ മക്കളെ.